റീവ ഒരു നല്ല സ്ഥലമായിരുന്നു. ഞാൻ എൻ്റെ ഈ അമ്മാമ്മ എന്നെ കൊണ്ടുപോയ അമ്മാമ്മ അവിടെ അടുത്ത് താമസിച്ചിട്ടുണ്ടോ അല്ല എനിക്ക് ഓഫ് കിട്ടുമ്പോഴൊക്കെ ഞാൻ അമ്മാമ്മയുടെ വീട്ടിൽ പോകുമായിരുന്നു. റീവായിക്കാട് ഞങ്ങളുടെ കോളേജിന്റെ അടുത്ത് തന്നെയായിരുന്നു. അമ്മാമ്മയുടെ കൂട്ടത്തിൽ മാർക്കറ്റിൽ പോകും. ഞാൻ ഒരു മാസം മുമ്പേ അമ്മാമ്മയുടെ അടുത്ത് പോയി താമസിച്ചു. അമ്മാമ്മ എന്നെ കൊണ്ട് മാർക്കറ്റിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ യൂസ്ഡായി. അമ്മാമയ്ക്ക് അറിയാം, അർജുൻ സിംഗ് എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അത് റീവ സ്വദേശിയായിരുന്നു. കേട്ടിട്ടുണ്ടോ? അതിനെപ്പറ്റി ഓർമ്മയില്ല. ഓക്കെ. റീവയിലാണ് ആദ്യമായിട്ട് വെള്ളപ്പുലിയെ മധ്യപ്രദേശ് കണ്ടെത്തിയത്. ആ വെള്ളപ്പുലി ഇപ്പോഴും ഭോപ്പാൽ സൂവിലുണ്ട്. ഒരു ഇൻഫർമേഷൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈ റീവ ചെറിയ സിറ്റി അല്ലായിരുന്നു സത്യത്തിലെ? കേരളത്തിൽ ചെറിയ സിറ്റി ആയിരുന്നാലും നല്ലതായിരുന്നു. ആ മെഡിക്കൽ കോളേജ് വളരെ സ്പേഷ്യസ് നല്ലൊരു മെഡിക്കൽ കോളേജ്. നല്ലൊരു മെഡിക്കൽ കോളേജ്. അവിടുത്തെ പേഷ്യൻസ് ഒക്കെ എല്ലാ റിക്ഷക്കാരും അന്ന് ഞങ്ങളുടെ അവിടുത്തെ മേട്ടൻ ഒരു മലയാളിയായിരുന്നു, ആലുവാക്കാരത്തിയായിരുന്നു മേട്ടൻ. അവിടുത്തെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെ നഴ്സസ് ഒക്കെ താമസിക്കുന്ന ഒക്കെ അറിയാമായിരുന്നു. താങ്ക് യു അമ്മാമ. അത് കഴിഞ്ഞ് റീവ അമ്മാമ നേരിട്ട് എങ്ങോട്ടാ പോയത്? ഞാൻ ഡൽഹിക്ക്. ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സെലക്ഷൻ കിട്ടിയത്. അവിടെ പോയി ഇന്റർവ്യൂ കൊടുത്തു, സെലക്ഷൻ കിട്ടി. ഓ ശരി. ഏത് വാർഡിലോട്ട്? ഏത് ഡിപ്പാർട്ട്മെന്റ്? എമർജൻസി കെയറിലെ. എമർജൻസി കെയറിലോട്ട്. ഓക്കെ. അന്നും അമ്മമ്മ 3.5 ഇയറിലെ ഡിപ്ലോമയാണ് കയ്യിലുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. ഓൾ ഇന്ത്യയിൽ എത്ര വർഷം ജോലി ചെയ്തു? 2 വർഷം. ഓ ശരി. അപ്പോഴൊക്കെ അമ്മമ്മ ബാച്ചിലർ സിംഗിൾ ആണ്? അത് ശരി. ഏത് വർഷമാണ് കല്യാണം കഴിക്കുന്നത്? 79. അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്നോ? ഇല്ല, പുള്ളി ടീച്ചറായിരുന്നു. പുള്ളി ഹൈദരാബാദിലായിരുന്നു. ഓക്കെ ഓക്കെ. എന്നിട്ട് പിന്നെ അമ്മമ്മ ഹൈദരാബാദിന് ട്രാൻസ്ഫർ മേടിച്ചോ? No. At that time I was in Libya. Okay. When our marriage. How did you go to Libya? Who helped and why you went? People came for the interview, so we went there for the interview and I got selection, then I went. So you did a job in medical college only there? Okay. Which department? Cardiology. Okay. Libya തലസ്ഥാനം ട്രിപ്പോളി. അന്ന് എയർപോർട്ടിലൊക്കെ ട്രിപ്പോളിയിലുണ്ടോ? ഉണ്ട്. എവിടുന്നാ നമ്മള് ട്രാൻസിറ്റ് എടുത്ത് പോകുന്ന ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഇല്ല. ഓക്കെ. ലിബിയ പൊതുവെ അമ്മാമയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നു? നല്ല സ്ഥലമായിരുന്നു. അന്നത്തെ കാലത്തെ ഒത്തിരി നല്ല സ്ഥലമായിരുന്നു. ഗഡാഫിയെ ഒത്തിരി നല്ല മനുഷ്യനായിരുന്നു. അന്നത്തെ കാലത്ത് നല്ലതായിരുന്നു. പിന്നെ ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഒത്തിരി നല്ലതായിരുന്നു. സ്പെഷ്യലി ഞാൻ കാർഡിയോളജിയിലായിരുന്നു. ICU കാർഡിയാക് സർജറി, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നിടത്തായിരുന്നു. ഞാൻ അവിടെ 7 വർഷം 8 വർഷം ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തു. സോ ഐ വാസ് സോ ഗുഡ്, വെരി കണ്ടന്റ് ആയിരുന്നു. ലിബിയയിലെ ട്രിപ്പോളിയിലൊക്കെ ഈ അദ്ദേഹത്തിന്റെ റോയൽ പാലസിലൊക്കെയാണ് ട്രീറ്റ്മെന്റ് എങ്ങനെ? ഇല്ല, വീട്ടിൽ പോയിട്ടൊന്നുമില്ല. പുള്ളിക്കാരൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുമായിരുന്നു. ഞങ്ങളുടെ കാർഡിയോളജി ഹോസ്പിറ്റൽ അങ്ങേരുടെ പേരിൽ ഉണ്ടാക്കിയ ഹോസ്പിറ്റലായിരുന്നു. ഞങ്ങളുടെ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു അങ്ങേരെ നോക്കിക്കൊണ്ടിരുന്നത്. അന്നേരം അയാളെ 3 months ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുമായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ ഒന്നിച്ചിരുന്ന് ടീ കുടിച്ചിട്ടുണ്ട്. കേണൽ ഗദ്ദാഫി എന്നാണ് പറയുന്നത്. കേണൽ ഗദ്ദാഫിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയൺമാൻ ആണ് അല്ലെ? വളരെ നമ്മുടെ സദ്ദാം ഹുസൈനെ പോലെ വളരെ സ്ട്രോങ് ആണ്, സ്ട്രിക്റ്റ് ആണ്. അത് രാജ്യം ഭരിക്കുന്നതിന് മനുഷ്യൻ ഞങ്ങളോടൊക്കെ നല്ലതായിട്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒരു ടേബിളിന്റെ ചുറ്റും ഇരുന്ന് ചായ കുടിക്കുമായിരുന്നു. ഒരു തവണ ഒരു ഇസ്രായേലിന്റെ പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത് ലിബിയ കൊണ്ടുപോയ കാര്യം ഓർമ്മയിലുണ്ടോ? ഇല്ല. ഓക്കെ. താങ്ക് യു.